السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചിഹ്നങ്ങളിലൊന്നാണ് ബലിപെരുന്നാൾ. ദുൽഹജ്ജ് മാസവും ബലിപെരുന്നാളും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതചിഹ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈദുൽ അദ്ഹ എന്നാണ് അറബിയിൽ അത് അറിയപ്പെടുന്നത്. ബലി പെരുന്നാൾ എന്നാണ് മലയാളത്തിൽ അതിന് പറയുക. അതുകൊണ്ട് തന്നെ ആ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ആ വാക്കിൽ തന്നെയുണ്ട്. എന്താണത്? അൽ അദ്ഹ, ബലി നൽകുക. ഉദ്ഹിയത്ത് അറുക്കുന്ന പെരുന്നാൾ, ബലി നൽകുന്ന പെരുന്നാൾ. അപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ഷിആർ, അടയാളം എന്ന് പറയുന്നത് ബലികർമ്മമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദമല്ലെങ്കിലും ചുരുങ്ങിയ രൂപത്തിലുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദർസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഉദ്ഹിയത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ നൽകിയ നിർവചനങ്ങളിലൊന്ന് ഹിയ മാ യുദ്ബഹു മിൻ ബഹീമത്തിൽ അൻആം. ബഹീമത്തുൽ അൻആം, അറുക്കപ്പെടുന്ന ബഹീമത്തുൽ അൻആം. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ അൽ ഇബിൽ വൽ ബഖർ വൽ ഗനം, ഒട്ടകം, പശു ഇനത്തിൽപ്പെട്ടത്, ആട്, ഇത് മൂന്നുമാണ് അതിൽപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കോഴിയെ അറുത്താൽ ശരിയാവൂല. അതുപോലെയുള്ള മറ്റു മൃഗങ്ങളെ, മുയലിനെ അറുത്താൽ ഉളുഹിയത്താവൂല. പിന്നെ ആട്, മാട്, ഒട്ടകം, ഈ മൂന്ന് ഇനങ്ങളിൽപ്പെട്ടത് ആ അറുക്കപ്പെടുന്നതിനാണ് ഉദ്ഹിയത്ത് എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് അറക്കുന്നത്? കല്യാണത്തിനോ മറ്റു സൽക്കാരത്തിനോ ബിരിയാണി വെക്കാൻ എന്ന അർത്ഥത്തിലാണോ? അല്ല. തഖർറുബൻ ഇലല്ലാഹ്. അതിൻ്റെ മെയിൻ ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള ഇബാദത്ത്, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയുള്ള ഖുർബാനാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് അത് അറുക്കപ്പെടേണ്ടത്. അതെവിടെയാണ്? ചില ഉലമാക്കൾ അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫിൽ ബലദില്ലദീ യുഖീമു ഫീഹിൽ മുളഹി. അറക്കുന്ന ആൾ ഏത് നാട്ടിലാണോ അവിടെ. പക്ഷെ അത് ഒരു ഫർളല്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മിൻ ബഅദി സ്വലാത്തി ഈദിൻ നഹ്രി. ഇനി ഇതിൻ്റെ സമയം എപ്പോഴാണ്? ഈദുൻ നഹ്റിൻ്റെ സ്വലാത്തിന് ശേഷം, അഥവാ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമാണ് അറക്കേണ്ടത്. അതിൻ്റെ മുന്നേ അറക്കാൻ പാടില്ല. സുബൈ നിസ്കാരം കഴിഞ്ഞ് അറക്കാൻ പറ്റുമോ? പറ്റൂല. പെരുന്നാൾ നിസ്കാരം തന്നെ കഴിയണം. അതിൻ്റെ മുമ്പേ അറുത്താൽ സ്വീകരിക്കപ്പെടൂല. എവിടെ വരെ, അല്ലെങ്കിൽ ഏത് ദിവസം വരെ? ഇലാ അയ്യാമിത് തശ്രീഖ്. അയ്യാമുത് തശ്രീഖിൻ്റെ ദിവസം തീരുന്നതുവരെ. ബിനിയ്യത്തുൽ ഉളുഹിയ്യ, ഉളുഹിയ്യത്തിൻ്റെ നിയ്യത്തോടുകൂടി അത് ചെയ്യണം. അപ്പോൾ ഒട്ടകത്തിൽ നിന്നോ ആടിൽ നിന്നോ മാടിൽ നിന്നോ ഈ പറയപ്പെട്ട സമയങ്ങളിലും ദിവസങ്ങളിലും അള്ളാഹുവിലേക്ക് അടുക്കുക, ഉളുഹിയ്യത്ത് തുടങ്ങിയ നിയ്യത്തോടുകൂടി അറുക്കപ്പെടുന്നതിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. ആ കർമ്മത്തിനും ആ പേര് പറയും. ആ ബലിമൃഗങ്ങൾക്കും ഉളുഹിയ്യത്ത് എന്ന പേര് നൽകും. ഇതിനുള്ള തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിൽ കാണാം, ഫസല്ലി ലിറബ്ബിക വൻഹർ. നിന്റെ റബ്ബിന് വേണ്ടി നീ നമസ്കരിക്കുകയും നീ ബലികർമ്മം നടത്തുകയും ചെയ്യുക. അവിടെ നെഹ്ർ എന്ന് പറഞ്ഞാൽ യൗമുൻ നഹർ. നെഹർ എന്ന് പറഞ്ഞാൽ ബലികർമ്മം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് യൗമുൻ നഹർ എന്ന് ദുൽഹജ്ജ് 10 ദിവസത്തിന്, ബലിപെരുന്നാൾ ദിവസത്തിന് യൗമുൻ നഹർ എന്ന് പറയാൻ കാരണം ഒട്ടകത്തെ അറക്കുന്ന രീതിക്കാണ് നെഹർ എന്ന് പറയുക. ഒട്ടകത്തെ കാലിൽ നിർത്തിയിട്ടാണ് അറക്കുക. ആ രൂപത്തിനാണ് നെഹർ എന്ന് പറയുന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ. അതേപോലെ തന്നെ സൂറത്തുൽ അൻആമിൽ കാണാം, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവിടെ പറഞ്ഞ നുസുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ബലികർമ്മത്തിനാണ്. സൂറത്തുൽ ഹജ്ജിലെ 34 കാണാം, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു സ്മല്ലാഹ് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുകും ഇലാഹുൻ വാഹിദുൻ ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എല്ലാ സമുദായത്തിനും അവരുടേതായ ബലികർമ്മമുണ്ട്. ഓരോ ഉമ്മത്തിനും അല്ലാഹു അത് നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിശ്ചയിച്ചത് ലിയദ്കുറു സ്മല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കാനാണ്. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, ഈ ആടുമാടുകളെ അല്ലാഹു നിങ്ങൾക്ക് നൽകി. ഇത് നൽകിയത് അല്ലാഹുവാണ്. അതുകൊണ്ട് അവൻ്റെ പേര് മാത്രം ഉച്ചരിച്ച് അറുക്കണം. ബിസ്മില്ല എന്ന് പറയണം. മറ്റു പലരും പലരുടെയും നാമത്തിൽ അറക്കുമ്പോൾ, പല ദൈവങ്ങളുടെയും നാമത്തിൽ അറക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെ അറക്കരുത്. നിങ്ങൾ അറക്കേണ്ടത് ലിയദ്കുറു സ്മല്ലാഹ്, ബിസ്മില്ലാഹ്, അല്ലാഹുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അറക്കണം. അല്ലാത്തതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. വലാ തഅകുലൂ മിമ്മാ ലം യുദ്കരി സ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിൻ്റെ പേരുച്ചരിക്കപ്പെടാതെ അറുത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുത്. അത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ആ നിലക്ക് നിങ്ങളുടെ തൗഹീദിനെ നിങ്ങൾ പ്രകടിപ്പിക്കാനാണത്. അതുകൊണ്ടാണ് ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ, നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാകുന്നു. അപ്പോൾ തൗഹീദിൻ്റെ ഒരു പ്രകടനം കൂടിയാണ്, വിശ്വാസികളുടെ തൗഹീദിൻ്റെ ഒരു അടയാളം കൂടിയാണ് ബലിപെരുന്നാൾ ദിവസം അവർ അറക്കുന്ന ഉളുഹിയത്ത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഉളുഹിയത്ത് വിശ്വാസികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത് അവരിൽ നിന്നും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നുമായി അവർക്ക് വേണ്ടി എല്ലാമുള്ള അറവാണ്. ഉലമാക്കൾ പറഞ്ഞു, അന്നഹ മത്ലൂബത്തുൻ ഫി വഖ്തിഹ മിനൽ ഹയ്യി അൻ നഫ്സിഹി വ അഹ്ലി ബൈതിഹി. ഒരു മുസ്ലിമിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിരിക്കുന്നു. ഇത് സുന്നത്താണോ ഫറളാണോ നമുക്ക് പരിശോധിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ആർക്കൊക്കെ വേണ്ടി? ആ വ്യക്തിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി എന്ന് പറഞ്ഞാൽ, ഒരു ഗൃഹനാഥൻ തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് അറുക്കുക. അപ്പോൾ ഒരാൾ അറുത്താൽ മതി. ഒരു വീട്ടിലുള്ള മുതിർന്ന ഗൃഹനാഥൻ അറുത്താൽ മതി. ഉപ്പ മക്കൾക്ക് വേണ്ടി അറുത്താൽ മതി. അവർ വേറെ കുടുംബമായി പോയിട്ടില്ലെങ്കിൽ, അവർ വേറെ കുടുംബമായി വേറെ വീട്ടിലാണെങ്കിൽ അപ്പോൾ ആ വീട്ടിലുള്ള ആളാണ് ആ വീട്ടിലെ ഗൃഹനാഥൻ. ആ ഗൃഹനാഥൻ അത് അറക്കണം. അത് സ്വാഭാവികമായും സംഭവിച്ചോളൂ. എന്നാൽ നിങ്ങളെല്ലാവരും ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന, ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആൾ ആരാണോ ആ വ്യക്തി അറുത്താൽ മതി. ആ വ്യക്തിക്കും ആ കുടുംബത്തിനും അത് മതിയാകുന്നതാണ്. ശരി, മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരെ കൂടി നിയ്യത്തിൽ ഉൾപ്പെടുത്താമോ? പണ്ഡിതന്മാർ പറഞ്ഞു, അനുവദനീയമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി അറക്കുമ്പോൾ ആരെ കൂടി മനസ്സിൽ കരുതുക? എൻ്റെ ഉമ്മ ഇല്ല, മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവേ എൻ്റെ ഉമ്മയെ കൂടി നീ ഇതിൽ ഉൾപ്പെടുത്തണേ റബ്ബേ, എൻ്റെ ഉമ്മാക്ക് കൂടി ഇതിൻ്റെ പ്രതിഫലം കിട്ടണേ റബ്ബേ. എൻ്റെ ഉപ്പ മരിച്ചുപോയി, അള്ളാഹുവേ എൻ്റെ ഉപ്പാക്ക് കൂടി നീ ഇതിൻ്റെ പ്രതിഫലം നൽകണമേ എന്നിങ്ങനെ മരിച്ചുപോയ ആളുകളെ നമുക്ക് മനസ്സിൽ നിയ്യത്താക്കാം. അതുകൊണ്ട് തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഉളുഹിയത്ത് 3 രൂപത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് 3 രൂപത്തിൽ ഉളുഹിയത്ത് അറക്കാം. അതിലൊന്ന്, നാം സാധാരണ നിലക്ക് അറക്കുന്നതിൽ മരിച്ചവരെ കൂടി നിയ്യത്താക്കുന്നു. സാധാരണ നമ്മൾ അറക്കുകയാണ്, അവിടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എൻ്റെ വീട്ടിലെ ആളുകൾ എന്ന് നിയ്യത്താക്കുക. ഒരു രീതി അതാണ്. രണ്ടാമത്തത്, മരണപ്പെട്ട ആളുകൾ മരിക്കുന്നതിന് മുമ്പ് വസിയ്യത്ത് നൽകുകയോ സ്വത്തിൽ 1/3 വസിയ്യത്ത് ചെയ്യാം. ആ വസിയ്യത്തിൽ പറയാണ്, എൻ്റെ ഈ സമ്പത്ത് കൊണ്ട് നിങ്ങൾ ഉളുഹിയത്തറക്കണം. അങ്ങനെ പറഞ്ഞു വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മരണശേഷം നമ്മുടെ ഖബറിലേക്ക് കിട്ടും. പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണത്. വഖഫ് ചെയ്യാം. എൻ്റെ സ്വത്തിൻ്റെ ഇന്നാലെന്നൊരു ഭാഗം എല്ലാ ബലിപെരുന്നാളിലും അറക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയാം. അതേപോലെ തന്നെ തൻ്റെ സമ്പത്തിൽ 1/3 വസിയ്യത്ത് നൽകുമ്പോൾ അതിൽ നിന്ന് ഇതേപോലെ ഉളുഹിയത്ത് നിങ്ങൾ അറുക്കണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായും വാരിസുകൾ അറുത്തിരിക്കണം എന്നാണ്. അതിൽ ഉപേക്ഷ വരുത്താൻ പാടില്ല. മക്കളോ ആരാണോ ആ വസിയ്യത്ത് ഏൽപ്പിക്കപ്പെട്ടത് അവർ നിർബന്ധമായും മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകം ഉളുഹിയത്ത് അറുക്കണം. ഇതാണ് രണ്ടാമത്തെ രീതി.
അതവരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. മൂന്നാമത്തത് മുസ്തഖില്ലായി ഒരു ഓഹരി മരിച്ചവരുടെ പേരിൽ. ഞാനൊരാടിനെ വാങ്ങുന്നു, എൻ്റെ ഉപ്പാൻ്റെ പേരിൽ, ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഉപ്പാൻ്റെ പേരിലും ഒരാട് മുസ്തഖില്ലായി, അത് ഉപ്പാൻ്റെ പേരിലാണ്. അതേപോലെ തന്നെ ഞാൻ 7 ഓഹരിയാണുള്ളത്, അതിലൊരു ഓഹരി എൻ്റെത്, ഒരു ഓഹരി എൻ്റെ മരിച്ചുപോയ ഉമ്മാൻ്റെത്, ഉമ്മാക്ക് വേണ്ടി. ഇങ്ങനെ ചെയ്യൽ ജായിസാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ അത് കാണുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മക്കളിലും തൻ്റെ ഇണകളിലും പലരും മരണപ്പെട്ടിട്ടും അവരുടെ പേരിൽ പ്രത്യേകം ഉളുഹിയത്തിൽ കൂടിയിട്ടില്ല. അതുകൊണ്ട് നബിയിൽ നിന്ന് പ്രത്യേക സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ അത് അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. എന്നാൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് ജായിസാണ്. കാരണം മരണപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള സദഖയുടെ വജിഹിലാണ് അത് ഉൾപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തനിക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി അതിൽ മരണപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഉളുഹിയത്ത് അതിൻ്റെ വക്തിൽ നിർവഹിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഉളുഹിയത്ത് തന്നെ ആയിരിക്കണം. അതിൻ്റെ പണം സദഖയായി നൽകിയാൽ പോരാ. ചില ആളുകൾ ചോദിക്കുന്നു, മാംസമൊക്കെ ഇപ്പോൾ ധാരാളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ പൈസ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്താൽ പോരെ? അത് വേറെ തന്നെ നൽകുക. ഓരോന്നിനും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ടല്ലോ. ഒരു ഉരുവിനെ അറക്കുക, അതിൻ്റെ മാംസം അതിൽ നിന്ന് കഴിക്കുക, അതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതൊരടയാളമായി ആ ദിവസം ഉണ്ടാവുക എന്നതൊക്കെ വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനു പകരമായി സദഖ ചെയ്യൽ നബിചര്യയിൽ പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും അങ്ങനെ ചെയ്തത് കാണാൻ കഴിയില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ആടിനെ അറക്കുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് സദഖ നൽകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മറ്റു പണം ഉപയോഗിച്ച് സദഖ ചെയ്യൂ. ഈ ഒരു ഷിആർ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എല്ലാവരും സദഖ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ എന്താകും ഈ ഒരു ചിഹ്നത്തിൻ്റെ അവസ്ഥ എന്നുകൂടി നാം ആലോചിക്കുക. അതുകൊണ്ട് പണ്ഡിതന്മാരിൽ ചിലരെങ്കിലും അങ്ങനെ ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം അങ്ങനെ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിയോട് കൂടുതൽ അടുത്തത് എന്നാണ് മനസ്സിലാവുന്നത്. അല്ലാഹു തബാറക വ തആല അഅലം. ഇനി അറുക്കേണ്ടത് ഏതു രൂപത്തിലാണ്? പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി തന്നു. ആടാണെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഒരു ആട് മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി അറക്കുകയാണെങ്കിൽ ആടാണെങ്കിൽ ഒരു ആട് മതി. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റജുലു ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി ബിശാത്തി അൻഹു വഅൻ അഹ്ലി ബൈതിഹി ഫയഅകുലൂൻ വയുത്ഇമൂൻ. നബിയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി ഒരു ആടിനെ അറുത്തിരുന്നു. അതിൽ നിന്ന് അവർ കഴിക്കുകയും അവർ മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ആടാണെങ്കിൽ അങ്ങനെ മതി. ഇനി ഒട്ടകമോ പശുവോ ആണെങ്കിലോ സഹീഹായ ഹദീസുകളിൽ കാണാം, ഇമാം മുസ്ലിമും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നശ്തരിക ഫിൽ ഇബ്ലി വൽ ബഖരി കുല്ല സബഅത്തിൻ ഫീ വാഹിദിൻ മിൻഹാ. പശുവാണെങ്കിലും ഒട്ടകമാണെങ്കിലും 7 പേർക്ക് ഒന്നിൽ ഷെയർ കൂടാം. 7 ആളുകൾക്ക് ഒരു ഉരുവിൽ ഷെയർ കൂടാം. ആടിൽ കൂടാൻ പാടില്ല. അപ്പോൾ 7 ആളുകൾക്കാണ്. മറ്റൊരു ലഫ്ളിലുള്ളത് ഫതുദ്ബഹുൽ ബഖറതു അൻ സബഅത്തിൻ നശ്തരികു ഫീഹാ. 7 ആളുകൾക്ക് വേണ്ടി ഒരു പശുവിനെ അറക്കാം, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ അറക്കാം. ചില റിവായത്തുകളിൽ ഒട്ടകമാണെങ്കിൽ 10 ആളുകൾക്ക് വരെ ചേരാമെന്നുണ്ട്. എന്നാൽ കൂടുതൽ റിവായത്തുകളിലും 7 എന്നാണുള്ളത്. അതുകൊണ്ട് ഒട്ടകമാണെങ്കിലും പശുവാണെങ്കിലും 7 വരെ പോകാം. അതിൽ കുറയുന്നതിന് തെറ്റില്ല. ഒരു പശുവിൻ്റെ മേലെ 7 ആൾ തന്നെ വേണമെന്നില്ല. 3 ആളായാലും മതി, 2 ആളായാലും മതി, 5 ആളായാലും മതി, 6 ആളായാലും മതി. പക്ഷെ മാക്സിമം എത്രേ പോവാവൂ? 7 പോകാൻ പാടുള്ളൂ. അതിൽ കൂടാൻ പാടില്ല. ഇനി ഇതിൽ ഏതാണ് അഫ്ളൽ? ഒട്ടകത്തറക്കലാണോ, പശുവിന് അറക്കലാണോ, ആടിന് അറക്കലാണോ? ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. ചിലർ പറഞ്ഞു ഒട്ടകത്തറക്കുന്നതിനാണ് കൂടുതൽ പ്രതിഫലം. 2 കാരണമുണ്ട്. ഒന്ന്, മാംസം കൂടുതലുണ്ടാകും, കൂടുതൽ ഫക്കീറുകളിലേക്ക് അതെത്തും. രണ്ടാമത്തത് സ്വഹിയായ ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ആദ്യം വരുന്ന ആളുകൾക്ക് ഒരു ഒട്ടകത്തെ അർത്ഥ പ്രതിഫലമാണ്, പിന്നെയാണ് ആടിനെ പറയുന്നത്. അപ്പോൾ ഏറ്റവും അഫ്ളൽ ഏതാണ്? ഒട്ടകമാണ്. അതുകൊണ്ട് ഒട്ടകം, പശു, പിന്നെ ആട്, ഈ ഒരു ക്രൈറ്റീരിയ പറഞ്ഞവരുണ്ട്.
അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് പൊതുവായ അറിവിനെക്കുറിച്ചാണ്. എന്നാൽ ഉളുഹിയത്തിൽ ഏറ്റവും ഹൈറായത് ആടാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായതേ തിരഞ്ഞെടുക്കുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ പെരുന്നാളുകൾക്കും ആടിനെയാണ് അറുത്തിട്ടുള്ളത്. ഒട്ടകത്തെയോ പശുവിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തിട്ടില്ല. അതവിടെ അവൈലബിൾ ആയിരിക്കെ, ഒട്ടകമുണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് റദ്ദ് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഉമ്മത്തിന് ഏറ്റവും എളുപ്പമായതാണ് തിരഞ്ഞെടുക്കുക. ഒരാടിനെ വാങ്ങുക എന്നുള്ളത് ആർക്കും എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഒരൊട്ടകത്തെ വാങ്ങാൻ അങ്ങനെ കൂട്ടിയാൽ കൂടൂല. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ളത് റസൂൽ തിരഞ്ഞെടുക്കുന്നത് വിശ്വാസികൾക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. ഏതായിരുന്നാലും ശരി, ഒട്ടകമാണെങ്കിലും ശരി, ആടാണെങ്കിലും ശരി, അള്ളാഹുവിലേക്ക് കൂടുതൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയുമൊക്കെ നമ്മുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നമുക്ക് ചേഞ്ച് വരുത്താം. പശുവാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, ഞാനത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിന് തൃപ്തിയുള്ള ഒരാൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി ആടിൻ്റെ വിഷയത്തിലാണെങ്കിൽ മട്ടൻ എന്ന് പറയുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് മേലെ നിൽക്കും അതിൻ്റെ മാംസമായി ചിന്തിക്കുമ്പോൾ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുമാവാമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ അറിവ് വാജിബാണോ അതല്ല സുന്നത്താണോ? അവിടെയും പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഒരു നാട്ടിൽ പലരും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ മേൽ സുന്നത്താണ്. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. കാരണം ഇസ്ലാമിൻ്റെ അടയാളം തന്നെ അവർ ആ നാട്ടിൽ നിന്ന് എടുത്തു കളയുന്ന അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളിലുള്ളത് കഴിവുണ്ടായിട്ടും ഉളുഹിയത്ത് അറക്കാത്തവർ ഫലാ യഖറബന്ന മുസല്ലാന, പെരുന്നാൾ നിസ്കരിക്കാൻ എൻ്റെ മുസല്ലയിലേക്ക് വരണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വുജൂബിനെ കാണിക്കുന്നു. കാരണം അത്രയും ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. ഉളുഹിയത്ത് അറക്കാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവൻ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് അത് ഗൗരവമുള്ളതാണ്, അതുകൊണ്ടത് വാജിബാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കും. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദുൽഹജ്ജ് മാസം വരികയും ആരെങ്കിലും ഉളുഹിയത്ത് അറക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അവരുടെ മുടിയിൽ നിന്നും നഖത്തിൽ നിന്നും വെട്ടരുത്. അപ്പോൾ അവിടെ ഒരു മയം അവിടെ കാണുന്നുണ്ട്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഉദ്ദേശിക്കുന്നവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ടതില്ല എന്ന പ്രയോഗത്തിൽ നിന്ന് അത് നിർബന്ധമല്ല എന്ന് കാണിക്കുന്നു. സ്വഹീഹായ ചില ഹദീസുകളിൽ സ്വഹാബികളിൽ ചിലർ ഉളുഹിയത്ത് അറക്കാതെ മാറി നിന്നിരുന്നു എന്ന് കാണാൻ കഴിയും. എന്തിനാണത്? ഇത് വുജൂബാണെന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് നിർബന്ധമല്ല, എന്നാൽ സുന്നത്തുൻ മുഅക്കദാണ്, അങ്ങേയറ്റത്തെ സുന്നത്താണ്. കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുക്കുകയും ആ ഷിആറിൻ്റെ ഭാഗമാവുകയും ആ നന്മയിലും ആ ആഹ്ലാദത്തിലും പങ്കെടുക്കുകയും ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ഒരു വ്യക്തി അത് ചെയ്യാതിരുന്നു എന്നതുകൊണ്ട് അവൻ ഒരു ഹറാമ് ചെയ്തു എന്ന് പറയാൻ നിർവാഹമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹാദാ അല്ലാഹു തബാറക വ തആല അഅലം. അല്ലാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ഇനി ഉളുഹിയത്തിന് അറക്കുമ്പോൾ നമ്മൾ മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നേരത്തെ പറഞ്ഞു, ഒട്ടകമാവാം, ആട് ആവാം, പശുവാകാം. പക്ഷേ യാതൊരു ശ്രദ്ധയുമില്ലാതെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും വാങ്ങിക്കോട്ടെ, അതിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്നും തൃപ്തിപ്പെടാതെ, അതല്ലെങ്കിൽ അതിലൊന്നും യാതൊരു ശ്രദ്ധയുമില്ലാത്ത രൂപത്തിലുള്ള ഒരു അറിവിനേക്കാൾ നല്ലത് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു അറിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 4 രൂപത്തിലുള്ളതിനെ നിങ്ങൾ അറക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത്. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഔറ അൽ ബയ്യിനു ഔറുഹ, അതായത് കണ്ണ് കാണാത്ത, കണ്ണിന് വ്യക്തമായ തകരാറുള്ള ഉരുവിനെ തിരഞ്ഞെടുക്കരുത് എന്ന് പറഞ്ഞാൽ അൽ ബയ്യിനു ഔറുഹ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന് വ്യക്തമായ പരിക്ക് അതിനുണ്ട്, അതിൻ്റെ കണ്ണിന് പരിക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ പാടില്ല. അതേപോലെ തന്നെ അൽ മരീളത്തു അൽ ബയ്യിനു മറദുഹ, വ്യക്തമായി രോഗിയായി കിടക്കുന്ന ഒന്നിനെ, ഏതായാലും ഇത് രോഗിയായി മരിക്കാൻ കിടക്കണം, എന്നാൽ പിന്നെ ഉളുഹിയത്തിന് എടുക്കാം, അങ്ങനെയല്ല, രോഗി ആയ മൃഗത്തെ എടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ വല അർജാ ഉൽ ബയ്യിനു വലഉഹ, വ്യക്തമായ മുടന്തുള്ളത്. എന്താണ് വ്യക്തമായ മുടന്ത്? പണ്ഡിതന്മാർ പറഞ്ഞു, തൻ്റെ കൂടെയുള്ള മറ്റു മൃഗങ്ങളുടെ കൂടെ നടന്നെത്താൻ പറ്റാത്തത്. എന്നാൽ ചിലതിന് കാലിന് അസുഖം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരെക്കാൾ സ്പീഡ് ഇതിനായിരിക്കും. അങ്ങനെയുള്ളത് മുടന്തല്ല.
അങ്ങനെയുള്ള ആടുകളുണ്ടാവും. അപ്പോൾ തൻ്റെ സഹജീവികളുടെ കൂടെ നടന്നോ ഓടിയോ എത്തുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അതെത്താത്ത രൂപത്തിലുള്ള മുടന്തുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ പാടില്ല. അതേപോലെ തന്നെ വല അജഫ അല്ലത്തി ലാ തുൻഖി, ഒട്ടും മാംസമില്ലാത്ത എല്ലും തോലുമായതിനെ പിടിച്ചു മറക്കാൻ പാടില്ല. അത്യാവശ്യം ആരോഗ്യമുള്ള നല്ല നെയ്യും മാംസവും ഒക്കെ ഉള്ളതായിരിക്കണം. ഖുർആനിൽ ഒരു ആയത്ത് പോലും വമൻ യുഅള്ളിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ഷിആറുകൾ ആരാണോ മഹത്വപ്പെടുത്തുന്നത്, അള്ളമ എന്ന് പറഞ്ഞാൽ വലിപ്പം വെപ്പിക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഉളുഹിയത്തിന് വേണ്ടിയുള്ള മൃഗങ്ങളെ നേരത്തെ തന്നെ സെലക്ട് ചെയ്യുകയും നന്നായി ഭക്ഷണവും വെള്ളവും കൊടുത്ത് അതിനെ കൊഴുത്ത് തടിപ്പിക്കുമായിരുന്നു. അത് തഖ്വയുടെ ഭാഗമായി ഞങ്ങൾ കണ്ടിരുന്നു. കാരണം ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ് പറഞ്ഞത്. അത് ഹൃദയത്തിൻ്റെ തഖ്വയിൽപ്പെട്ടതാണ്. അപ്പോൾ നാം അറക്കാൻ ഉദ്ദേശിക്കുന്ന ഉരുവിനെ നന്നായി സെലക്ട് ചെയ്യുക, അതിനെ നന്നായി നോക്കുക, അതിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. കേവലം ഒരു പൈസ കൊടുക്കുക എന്നതിനപ്പുറത്ത് അത് ജായിസാണ്, അത് സഹീഹാകും. ഉളുഹിയത്ത് നമ്മൾ ആരെങ്കിലും വക്കീലിനെ ഏൽപ്പിക്കുന്നു, ഇവിടെയോ മറ്റൊരു നാട്ടിലോ ഏൽപ്പിക്കുന്നു, ആ ഉളുഹിയത്ത് സഹീഹാണ്, കുഴപ്പമില്ല. പക്ഷേ ഈ സുന്നത്തുകൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്, കാത് പൂർണ്ണമായും മറ്റതാണെങ്കിൽ അതിനെ ഉപയോഗിക്കരുത്. അവയവങ്ങളിൽ വ്യക്തമായ വിടവാണത്. എന്നാൽ കാതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ മുറിവുള്ളൂ. പല കാരണങ്ങൾ കൊണ്ട് കാതുകളിൽ മുറിവുണ്ടാകാം, അത് കുഴപ്പമില്ല. വാലിന് പരിക്കുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ പൂർണ്ണമായും വാലറ്റുപോയത്, വാലേ ഇല്ല, മുറിഞ്ഞു പോയതാണ്. പൂർണ്ണമായും ചെവി അറ്റുപോയത്, പൂർണ്ണമായും കൊമ്പ് മുറിഞ്ഞു പോയത്, ചെറിയ പരിക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ കൊമ്പ് മുഴുവൻ മുറിഞ്ഞു പോയതാണെങ്കിൽ ചില ഉലമാക്കൾ പറഞ്ഞത് കൊമ്പ് മുഴുവൻ മുറിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ നല്ലതല്ല എന്നാണ്. അതുകൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല രൂപത്തിലുള്ള മൃഗങ്ങളെ തന്നെ അറക്കുവാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഉളുഹിയത്തിൻ്റെ മൃഗത്തെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിയ്യത്താക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ വിൽക്കാനും പാടില്ല, സമ്മാനമായി കൊടുക്കാനും പാടില്ല. അതിനേക്കാൾ ഹൈറായത് വാങ്ങുമെങ്കിൽ മാത്രം. വിൽക്കുന്നത് കുറച്ചുകൂടി ബെറ്ററായ ഒന്നിനെ കണ്ടു, അപ്പോൾ അതിനെ വാങ്ങാനാണെങ്കിൽ ജായിസാണ്. അല്ലാത്ത നിലക്ക് നിയ്യത്താക്കിയതിന് ശേഷം തനിക്കൊരാവശ്യമുണ്ടെന്നാൽ പിന്നെ ഏതായാലും ഇതിനെ വിൽക്കുക, അത് ശരിയല്ല. അതിന് വിൽപ്പന നടത്തലോ മറ്റോ ശരിയായ രീതിയല്ലെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണുന്നു. അല്ലാഹു തബാറക വ തആല അഅലം. ഇനി എപ്പോഴാണിത് അറുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അതിൻ്റെ നിർവചനത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബലിപെരുന്നാൾ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ പ്രവാചകൻ പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം ആരാണോ അറുത്തത് അവർക്ക് ദബീഹത്ത് കിട്ടിയിരിക്കുന്നു, അതിൻ്റെ സുന്നത്ത് കിട്ടിയിരിക്കുന്നു. അതിനു മുമ്പ് അറുത്തവർക്ക് ഒരു സാധാരണ അറവിൻ്റെ ഒരു മേന്മയേ ഉള്ളൂ. അപ്പോൾ അബൂ ബുർദ എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ആത്മാർത്ഥത കൊണ്ട് ഞാൻ നിസ്കാരം, ഫജ്ർ നിസ്കാരം കഴിഞ്ഞ പാടന്നെ അറുത്തു. എന്താണ്, ഞാൻ ഈ ദിവസം ഒന്നാമനാവണം എന്ന ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. കാരണം എല്ലാവരും നിസ്കാരം കഴിഞ്ഞല്ലേ അറക്കുക, ഞാൻ ഫജ്ർ കഴിഞ്ഞ് തന്നെ ഞാൻ അറുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷാത്തുക ഷാത്തു ലഹ്മിൻ എന്നാണ് പറഞ്ഞത്. ഷാത്തുക ഷാത്തു ലഹ്മിൻ, നിൻ്റെ ആട് വെറും ഒരു മട്ടനിറച്ചിയുടെ നിലവാരത്തിലേക്ക് പോയി, ഉളുഹിയത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരൂല. അപ്പം അദ്ദേഹം പറഞ്ഞു, നബിയെ, അപ്പം ഞാൻ എന്ത് ചെയ്യും? വീട്ടിലെന്താണോ ഉള്ളത് അത് നിശ്ചയിച്ച പ്രായം എത്തിയിട്ടില്ലെങ്കിൽ പോലും താങ്കൾ കറുക്കാം, അത് താങ്കൾക്ക് മാത്രമുള്ള ഇളവാന്ന് പറഞ്ഞു. കാരണം നേരത്തെ ഇങ്ങനെ ചെയ്തു പോയതുകൊണ്ട്. ഏതാണ് ആ ഉദ്ദേശിച്ച പ്രായം? അതും ഉലമാക്കൾ പറഞ്ഞു, ചെമ്മരിയാടാണെങ്കിൽ 6 മാസം തികഞ്ഞാൽ മതി. രോമമുള്ള ആടുകൾ 6 മാസം തികഞ്ഞതാണെങ്കിൽ ഉളുഹിയത്തിനെടുക്കാം. രോമമില്ലാത്ത സാധാരണ കോലാടുകളാണെങ്കിൽ 1 വയസ്സ് തികഞ്ഞതിനെ എടുക്കാവൂ. അപ്പോൾ മാർക്കറ്റ് പോയി ഏറ്റവും വില കുറഞ്ഞത് നോക്കുന്നതിനേക്കാൾ ഇതിൻ്റെ പ്രായവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ പ്രായമായിട്ടുണ്ടോ? കച്ചവടക്കാർ പലതും പറയും, എന്നാലും നമ്മുടെ ഒരു ശ്രദ്ധ കൂടി അതിൽ വേണം. പശുവാണെങ്കിൽ 2 വർഷം, ഒട്ടകമാണെങ്കിൽ 5 വർഷം. 5 വർഷം പ്രായമായ ഒട്ടകത്തിനെ അറക്കാൻ പാടുള്ളൂ, 2 വർഷം പ്രായമായ പശുവിനങ്ങളെ അറക്കാൻ പാടുള്ളൂ. മൂരിയും പോത്തും ഒക്കെ അതിൽ പെടും. അതേപോലെ തന്നെ 1 വർഷം പ്രായമായ ആട്, 6 മാസം പ്രായമായ ചെമ്മരിയാട്.
ഇതിനെയാണ് അറുക്കേണ്ടത്. അത് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമായിരിക്കണം. ഇനി പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിപെരുന്നാൾ നമസ്കാരം വേഗം അവസാനിപ്പിച്ചിരുന്നു. വേഗം തുടങ്ങി വേഗം അവസാനിപ്പിച്ചിരുന്നു. ഷുറൂക്ക് കഴിയുമ്പോഴേക്ക് റസൂൽ നിസ്കാരം തുടങ്ങിയിരുന്നു. എന്തിനാണത്? ഉളുഹിയത്തുണ്ട്. ആ ഉളുഹിയത്തിൽ നിന്ന് അല്പം കഴിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പെരുന്നാളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലതും കഴിച്ചാണ് ഈദ്ഗാഹിലേക്ക് പോയിരുന്നത്. ബലിപെരുന്നാളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും കഴിക്കാതെ പോവുകയും തൻ്റെ ഉരുവിനെ അറുത്തതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ അടുപ്പത്ത് വെച്ച് അതിൻ്റെ കറി കുടിക്കുമായിരുന്നു എന്നാണ്. അതിൻ്റെ മാംസവും കഴിക്കും, അതിൻ്റെ കറി സൂപ്പായിട്ട് കുടിക്കുകയും ചെയ്തിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങളിൽ നിന്നും സ്വഹാബികളുടെ വാക്കുകളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ചില ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഉളുഹിയത്ത് അറുത്ത ആൾ അതിൽ നിന്ന് അല്പം കഴിക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ടാണ് പല ഉലമാക്കളും പറഞ്ഞത് നിങ്ങൾ ഏത് നാട്ടിലാണുള്ളത് അവിടെ അറക്കുക. അപ്പോൾ ഈ സുന്നത്ത് നമുക്ക് കിട്ടും, മറ്റുള്ളവർക്ക് നമുക്ക് നൽകുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാം. എന്നാൽ മറ്റൊരു നാട്ടിൽ കൊടുക്കുന്നത് വിരോധമില്ല. പ്രവാസികളായ ആളുകൾക്ക് നാട്ടിൽ അറവിൽ ചേരുന്നതിന് കുഴപ്പമില്ല. അതെല്ലാം ഉളുഹിയത്തിനെ വീടുന്നതാണ്. എന്നാൽ നാം ഈ സൂചിപ്പിച്ചതൊക്കെ അതിൻ്റെ കൂടുതൽ ഹൈറുകളെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ അറുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാംസമോ ഇതിൻ്റെ തൊലിയോ ഒന്നും തന്നെ വിൽപ്പന നടത്താൻ പാടില്ല. അറുത്ത ആൾക്ക് കൂലിയായി പോലും അതിൽ നിന്നൊന്നും കൊടുക്കരുത് എന്നാണ്. അത് കൂലി വേറെ തന്നെ കൊടുക്കണം. ഒന്നുകിൽ അയാൾ വെറുതെ നിങ്ങൾക്ക് ചെയ്തു തരണം, അല്ലെങ്കിൽ വേറെ പണത്തിൽ നിന്നേ കൂലി കൊടുക്കാൻ പാടുള്ളൂ. ഈ മാംസത്തിൽ നിന്നോ ഈ തൊലിയിൽ നിന്നോ കൂലി കൊടുക്കാൻ പാടില്ല. ചില ആളുകൾ തൊലി കൂലിയായി കൊടുക്കും, കാരണം അത് വിറ്റാ പൈസ പാടില്ല. അതുപോലും സദഖയായി നമ്മൾ ഉപയോഗിക്കണം എന്നാണ്. അറവുകാരന് കൂലി കൊടുക്കാൻ അത് ഉപയോഗിക്കരുത്. അതിൻ്റെ ഒന്നും കൂലി കൊടുക്കാൻ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതേ സമയത്ത് ഉലമാക്കൾ പറഞ്ഞു ഇതിൽ പ്രധാനമായും 2 ഓഹരി ഉണ്ടാകണം. 2 ഓഹരി ഉണ്ടാകണം. 3 ഓഹരിയാണെങ്കിലും തരക്കേടില്ല. 2 ഓഹരി എന്ന് പറഞ്ഞാൽ ഫകുലൂ മിൻഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചോളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, നമുക്ക് ആവശ്യമുള്ളത് എടുത്തു വെക്കുകയും ചെയ്യാം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ഫക്കീറുകൾക്ക് അഥവാ അവശരായ ഫക്കീറുകൾക്ക് എത്തിച്ചു കൊടുക്കും. ബാഇസുൽ ഫഖീർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവശരായ ഫക്കീറുകൾക്ക് അഥവാ അങ്ങനെയൊന്നും മാംസം വാങ്ങാൻ കഴിവില്ലാത്ത, ഇതേപോലെയുള്ള ഒക്കേഷനുകളിൽ മാത്രം മാംസം കിട്ടുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ കണ്ടെത്തി കൊടുക്കലാണ് കൂടുതൽ ഖൈർ. ഇനി അങ്ങനെയുള്ളൊരവസ്ഥ ഇല്ലാത്ത ആളുകളാണെങ്കിൽ മിസ്കീനുകൾക്ക്, പാവങ്ങൾക്കൊക്കെ കൊടുക്കാം. അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിൽ വീണ്ടും പറഞ്ഞു ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുകയും ചോദിച്ചു വരുന്നവർക്കും, ചോദിക്കാതെ വീട്ടിലിരിക്കുന്ന ചില ആളുകളുണ്ട്, അവരാരോടും ചോദിക്കൂല, പക്ഷെ അവരെ കണ്ടെത്തി കൊടുക്കണം എന്നാണ്. അവർ ചോദിക്കാൻ വരില്ല. ചിലർ ചോദിച്ചെന്നെ വരും, ഞങ്ങൾക്കും കുറച്ച് തരണമേ എന്ന് ചോദിച്ചു വരും. ചോദിച്ചു വരുന്നവർക്കും കൊടുക്കണം, ചോദിക്കാൻ മടിയുണ്ട് എന്നാൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കും എത്തിച്ചു കൊടുക്കണം. നിങ്ങളും അതിൽ നിന്ന് കഴിക്കണം. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു അതിനെ 3ആക്കി ഭാഗിക്കാം. ആദ്യത്തെ 2 നമ്മൾ നേരത്തെ പറഞ്ഞത്. 3ാമത്തത് ഹദിയയായി, സമ്മാനമായി നൽകാൻ. അത് പാവപ്പെട്ടവനാവണമെന്നില്ല, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമുക്കിഷ്ടപ്പെട്ട ആളുകൾക്ക്. അതിൽ അമുസ്ലിമീങ്ങളും ഉൾപ്പെടും. എന്ന് പറഞ്ഞാൽ മാംസം ഇഷ്ടപ്പെടുന്ന, നിങ്ങളോട് വിരോധമൊന്നുമില്ലാത്ത, പശുവിനെ അറക്കുന്നതിൽ വിരോധമില്ലാത്ത, മാംസം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അമുസ്ലിമീങ്ങൾ അയൽവാസികളിലുണ്ടാകാം, കൂട്ടുകാരിലുണ്ടാകാം, കൂടെ ജോലി ചെയ്യുന്നവരിലുണ്ടാകാം, നമ്മുടെ വീട്ടിൽ വേലക്കാരായി വരുന്നവരിലുണ്ടാകാം. അവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് സമ്മാനമായി നൽകുന്ന, ഹദിയയായി നൽകുന്ന ഭാഗമാണ്. എന്നാൽ ഇത്തരം സംരംഭങ്ങളോട് ഉള്ളിൽ വെറുപ്പ് കാണിക്കുന്ന, ആ നിലക്കൊക്കെയുള്ള കാര്യങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് നിർബന്ധിച്ച് പിടിപ്പിക്കുന്ന രീതിയില്ല. ചോദിച്ചു വരുന്നവർക്കും, ആവശ്യക്കാരാണ്, നമുക്ക് അവസ്ഥ അറിയുന്ന, ഹാലറിയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ. ഇതിനെ അപമാനിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. ഇതിനെ അനാദരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ചിഹ്നത്തോട് കാണിക്കുന്ന അനാദരവാണ്. അപ്പോൾ ഈ നിലക്കാണ് അറുക്കേണ്ടത്. ഇനി ഒരാൾ അറുക്കാൻ ഉദ്ദേശിച്ചാൽ, ഞാൻ ഹദീസുകളിലേക്ക് പോകാത്തത് സമയം ദീർഘിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഒരാൾ അറുക്കാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ
അവരുടെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ തൊലിയിൽ നിന്നോ ഒന്നും മനഃപൂർവ്വം കട്ട് ചെയ്യാൻ പാടില്ല. തൊലി നമ്മൾ മനഃപൂർവ്വം മുറിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നഖം മുറിക്കാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. ഇതാ അറാദ അഹദുക്കും അൻ യുളഹീന, നിങ്ങളിൽ ഒരാൾ ഉളുഹിയത്ത് ഉദ്ദേശിച്ചാൽ. എന്നാൽ ഇതിന് 2 ഘട്ടമുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നു മറ്റൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. മറ്റൊരു ഹദീസിലുള്ളത് മൻ കാന ഇൻദഹു ദബീഹ, ആരുടെ അടുത്താണോ ദബീഹത്തുള്ളത് എന്ന് പറഞ്ഞാൽ വാങ്ങിയതിന് ശേഷമേ ഈ നിയമം ശക്തമായി ബാധകമുള്ളൂ. എന്നാൽ ഓൾറെഡി നെയ്യത്തുള്ള ആൾക്ക് അത്ര ശക്തമല്ല. എന്നാൽ വാങ്ങിയ ആൾക്ക് മുടി എടുക്കുക, നഖം മുറിക്കുക എന്നുള്ളത് തീർത്തും ഹറാമാണ്. എന്നാൽ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അത്രമാത്രം ശക്തമല്ല നിയമം. ഉരുവിനെ വാങ്ങിയതിന് ശേഷം പാലിച്ചാൽ മതി എന്നൊരഭിപ്രായമുണ്ട് ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, ചില സ്വഹാബികളുടെ ഖൗലിൻ്റെ അടിസ്ഥാനത്തിൽ. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ആദ്യം പറഞ്ഞ ഹദീസിലുള്ള പ്രയോഗമാണ്. നിങ്ങളിൽ ഒരാൾ ഉളുഹിയത്ത് നിയ്യത്താക്കി എന്നിട്ട് ദുൽഹജ്ജ് 1 പിറന്നു കഴിഞ്ഞാൽ, മഗ്രിബോട് കൂടിയാണല്ലോ മാസം കാണുന്നത്, ആ മഗ്രിബ് മുതൽക്ക് പിന്നീട് നിങ്ങളുടെ ഉരുവിനെ അറക്കുന്നത് വരെ എന്നാണ്. ഏതുവരെയാണ്? പെരുന്നാൾ ദിവസം വരെ എന്നല്ല, നിങ്ങളുടെ ഉരുവിനെ അറക്കുന്നത് വരെ. അത് ദുൽഹജ്ജ് 10-നാണെങ്കിൽ അങ്ങനെ, 11-നോ 12-നോ 13-നോ ആണെങ്കിൽ അങ്ങനെ, അറക്കുന്നത് വരെ നിങ്ങൾ മുടിയെടുക്കരുത്, നഖം വെട്ടരുത്. എന്നാൽ നിങ്ങൾ അറിയാതെ കുളിക്കുമ്പോഴോ മറ്റോ കൊഴിഞ്ഞു പോകുന്ന നഖമോ മുടിയോ പ്രശ്നമല്ല, മനഃപൂർവ്വം ചെയ്യരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇത് ഹറാമാണോ, അതല്ല കറാഹത്താണോ, അതല്ല കേവലം ഒരു സുന്നത്ത് മാത്രമാണോ? പറയാം, ഒരാൾ മുടിയെടുത്താലും നഖം വെട്ടിയാലും മനഃപൂർവ്വം ചെയ്താൽ പോലും ഉളുഹിയത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുകയില്ല. ശ്രദ്ധിക്കുക, ഒരാൾ ഉദ്ദേശിച്ചു, ഉളുഹിയത്ത് അറക്കാൻ ഉദ്ദേശിച്ചു, മുടിയിൽ നിന്നും മറ്റുമൊക്കെ അയാൾ വെട്ടുകയും ചെയ്തു, അയാളുടെ ഉളുഹിയത്ത് ക്യാൻസലായോ, ബാത്തിലായോ? ഒരിക്കലുമില്ല. ഉളുഹിയത്ത് സ്വഹീഹാണ്. പക്ഷേ ഹറാം എന്ന വാദം പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു, ആ ചെയ്തതിന് അവർക്ക് കുറ്റമുണ്ട്, അവർ തൗബ ചെയ്യണം, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, തൗബ ചെയ്യണം. കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു അവർക്ക് കുഴപ്പമൊന്നുമില്ല, ആ പ്രതിഫലം നഷ്ടപ്പെട്ടു, അതൊരു സുന്നത്തായിരുന്നു, ഉളുഹിയത്തറക്കുന്ന ആൾക്കുള്ള ഒരു എക്സ്ട്രാ സുന്നത്താണത്, ആ സുന്നത്ത് അവർക്ക് നഷ്ടപ്പെട്ടു, അതല്ലാതെ മറ്റു പ്രശ്നങ്ങളില്ല. എങ്കിലും ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങൾ മുടിയിൽ നിന്നും മറ്റും എടുക്കരുത് ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന പ്രയോഗത്തിൽ നിന്നും ഉലമാക്കൾ പറഞ്ഞത് അത് ഹറാമാണ്. കാരണം ഹറാമല്ല എന്ന് തെളിയിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്ത് കാണിക്കണം. രണ്ടും കാണാത്ത സ്ഥിതിക്ക് ഹറാമാണെന്ന് വെക്കലാണ് ഉചിതം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിന് ഗൗരവം കൊടുക്കുകയും അവർ ഒരു കാരണവശാലും അവരുടെ മുടിയിൽ നിന്നോ നഖത്തിൽ നിന്നോ എടുക്കാതിരിക്കുകയും ചെയ്യേണ്ടതാണ് ഉളുഹിയത്ത് അറക്കുന്നതുവരെ. ഉളുഹിയത്ത് ഏത് ദിവസം വരെ അറക്കാം? അയ്യാമു തശ്രീക്കിൻ്റെ അവസാന ദിവസം വരെ അറക്കാം. എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 11, 12, 13 ഇതാണ് അയ്യാമു തശ്രീക്കിൻ്റെ നാളുകൾ. ഈ 13-ന് മഗ്രിബിന് മുമ്പായി അറവ് നടത്താം. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമയം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഏത് സമയത്തും ഒരാൾക്ക് നിയ്യത്താക്കുകയും ചെയ്യാം. ഒരാൾക്ക് തീരെ നിയ്യത്തില്ലായിരുന്നു, ദുൽഹജ്ജ് 8-ന് വിചാരിക്കുകയാണ് ഞാനും അറക്കട്ടെ, എങ്കിൽ അന്നു മുതൽ അയാൾ ഈ നിയമം പാലിച്ചാൽ മതി. ഇനി പെരുന്നാൾ കഴിഞ്ഞു, എല്ലാവരും അറവും നടത്തി, ദുൽഹജ്ജ് 11-ന് അയാൾക്ക് തോന്നുകയാണ് ഞാനും ഒരു ഉരുവിനെ വാങ്ങി അറക്കട്ടെ, ഒരു കുഴപ്പമില്ല. നിയ്യത്ത് ഏത് സമയത്തും വെക്കാം, നേരത്തെ തന്നെ വെക്കണമെന്നില്ല. നേരത്തെ വെക്കുന്നവർക്ക് അതിൻ്റേതായ പ്രതിഫലമുണ്ട്, ആ സമയത്ത് ചെയ്യുന്ന ആളുകൾക്കും കുഴപ്പമൊന്നുമില്ല, ആ സമയത്തും അവർക്ക് നിയ്യത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അറവിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഞാൻ പ്രത്യേകം സമയദൈർഘ്യം എന്ന് പറയുന്നില്ല, എങ്കിലും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞ എല്ലാ സുന്നത്തും നമ്മൾ പാലിക്കണം. അഥവാ നല്ല മൂർച്ചയേറിയ കത്തി കൊണ്ട് ഇതിൽ പ്രാവീണ്യമുള്ള ആളുകൾ ചെയ്യണം. ബലിമൃഗത്തിൻ്റെ അറവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കുള്ള ചാൻസായി കരുതാൻ പാടില്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അറവ് മൊത്തം അങ്ങനെയാണ്, കണ്ടും പഠിച്ചും നോക്കി നിന്ന് പഠിച്ച് ഇനി എനിക്ക് പെർഫെക്റ്റായിട്ട് സാധിക്കുന്നു കഴിയുന്ന ആളുകൾ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിലും അള്ളാഹു ഇഹ്സാൻ നിർബന്ധാക്കിയിട്ടുണ്ടെന്നാണ്.
അതുകൊണ്ടാണ് ഫഇദാ ദബഹ്തും ഫഅഹ്സിനു ദബ്ഹ്, നിങ്ങൾ അറക്കുകയാണെങ്കിൽ നന്നായി അറക്കണം. വൽയുഹിദ്ദ അഹദുക്കും ശഫറതഹു ഫൽയുരിഹ് ദബീഹതഹു, അതുകൊണ്ട് കത്തി നന്നായി മൂർച്ചയാക്കണം. നിങ്ങൾ അറക്കുന്ന മൃഗത്തിന് ആശ്വാസം നൽകണം. എടങ്ങേറാക്കി ഒരു തവണ കത്തി വെച്ച് പിന്നെ എടുത്ത് പിന്നീട് വരഞ്ഞ് പിന്നെ അവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് അങ്ങനെ അതിനെ വേദനിപ്പിക്കരുത്. വളരെ പെട്ടെന്ന് അറക്കാൻ കഴിയുന്ന ആളുകളാണ് അത് ചെയ്യേണ്ടത്. ആയുധം മറ്റു മൃഗങ്ങളെ കാണിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കത്തി നിങ്ങൾ അവയെ കാണിക്കാതിരിക്കുക. അറക്കുന്ന സമയത്ത് മാത്രമേ കത്തി പുറത്തെടുക്കാവുന്നതാണ്. അതുവരെ അത് മറച്ചു വെക്കണം. ആ സമയത്തെ എടുക്കാവൂ. ഒരു മൃഗത്തെ അറക്കുന്നത് മറ്റു മൃഗത്തെ കാണിക്കരുത് എന്നാണ്. അവർക്കത് മനസ്സിലാവുന്നതാണ്. അവരെ മാനസികമായി വേദനിപ്പിക്കരുത്. അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എക്സ്പേർട്ടായ ആളുകൾ അറക്കുകയും അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കുകയും ഉളുഹിയത്ത് അറക്കുമ്പോൾ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നീ വമിൻ അഹ്ലി ബൈത്തി, അല്ലെങ്കിൽ അന്നീ വ അൻ അഹ്ലി ബൈത്തി, അള്ളാഹുവേ ഇത് എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും സ്വീകരിക്കണം, അവർക്കുള്ളതാണ് എന്ന് പറയണം. ഇനി നിങ്ങൾ ആരെങ്കിലും അറക്കാൻ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയാണ് നിങ്ങൾ അറക്കുന്നതെങ്കിൽ ആ ഏൽപ്പിച്ച ആളുകളുടെ പേര് പറയണം. അല്ലാഹുമ്മ തഖബ്ബൽ അൻ ഫുലാൻ, ഇന്ന ആളിൽ നിന്ന് അള്ളാഹുവേ ആ വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നീ സ്വീകരിക്കണേ എന്ന് അവരുടെ പേര് പ്രത്യേകം പറയണം. പിന്നെ ഉളുഹിയത്ത് അറക്കാൻ പൈസ ഇറക്കുന്നത് ആരാണോ അവർക്ക് മാത്രമാണ് മുടിയെടുക്കരുത്, നഖം വെട്ടരുത് എന്ന നിബന്ധനയുള്ളൂ. ആ വീട്ടുകാർക്ക് എല്ലാവർക്കുമില്ല. ഒരാളെ മറ്റൊരാൾ ഏൽപ്പിച്ചതാണെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ആൾക്ക് പോലും അത് ബാധകമല്ല. പൈസ ആരാണോ ചെലവഴിക്കുന്നത് അവർക്കാണ്. ഇനി ഇത് സ്ത്രീകൾക്ക് ചെയ്തുകൂടെ? തീർച്ചയായും ചെയ്യാം. പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല. സ്ത്രീകൾക്ക് ഉളുഹിയത്ത് തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി അറക്കാവുന്നതാണ്. അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, കഴിവുള്ള ചില വീട്ടിൽ ചിലപ്പോൾ കഴിവുള്ളത് സ്ത്രീകൾക്കാണെങ്കിൽ അത് കൂടുതൽ അവർക്ക് മുസ്തഹബുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മയിൽപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുകയും വലിയ പെരുന്നാൾ ദിവസവും അതിൻ്റെ അറിവുമെല്ലാം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.